ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കും. പിന്നെ നമുക്കെന്താ ഹാപ്പിയല്ലേ മോനെ. നമ്മളിപ്പോൾ ആരെങ്കിലും 10 രൂപ വന്നു, അയ്യോ അത് ഇരിക്കടാ, നാളെ ഈ പണ്ടാരം ഇന്ന് എൻ്റെ മുമ്പിൽ തന്നെ എത്തി എന്ന് ആൾക്കാർ ലോകമായിട്ട് മോനെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലോകമൊന്നുമല്ല. ഈ ചേണായിട്ടൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം എൻ്റെ ഭർത്താവിൻ്റെ ചേണായിട്ടിലെ തിയേറ്റർ, അവരൊക്കെ നമ്മുടെ സ്വന്തം വലിയ വലിയ ആൾക്കാരാണ്. നമ്മളൊന്നും പോകാറൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യവുമില്ല. എൻ്റെ അല്ല, എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരാണ് അവരൊക്കെ. എന്തൊക്കെയാണ്, നമ്മളൊന്നും നിൽക്കാറൊന്നുമില്ല. നമ്മൾ ദുഃഖം ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരു 60 ലക്ഷം അടിച്ചു 2016 ഫസ്റ്റ് പ്രൈസ് അടിച്ചാ? 2016. ചെറിയ പുള്ളിയല്ല അതല്ലേ. ഈ അമ്മ കൊല്ലത്തുള്ളതാണ്, എന്റെ നാടും കൊല്ലമാണ്. കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ശാസ്താംകോട്ടെ അമ്മ. അത് ശരി, ശാസ്താംകോട്ടെ കായലക്കാരൻ്റെ അടുത്താണല്ലോ. നമ്മൾ ദുഃഖം ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കെന്താ ഹാപ്പിയല്ലേ മോനെ. നമസ്കാരം. എറണാകുളം ടൗണിലൂടെ വരുമ്പോൾ ഒരു അമ്മയെ കണ്ടു. 10-75 വയസ്സ് പ്രായം വരുന്ന ഒരു അമ്മയാണ്. ലോട്ടറി വിൽക്കുകയാണ്. അപ്പോൾ ആ അമ്മയുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയണമെന്ന് തോന്നി. ഞാൻ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. വിശദമായ കാര്യങ്ങൾ നമ്മൾ അമ്മയോട് ചോദിക്കാം. അമ്മയുടെ പേരെന്തുവാ? ജി മീരാബായി. മീരാബായി എന്നാണ്. ഇവിടേക്കാണ് എന്നെ കിട്ടിയ ചേണായിന്നാണ്. ഞാൻ ഇപ്പം മീരാ ചേണയാണ് കൊടുത്തിരിക്കുന്നത്. മീരാ ചേണയാണ്. എത്ര വയസ്സുണ്ട്? എനിക്ക് 75 വയസ്സായി. 75 വയസ്സുണ്ട്. ശരിക്കും നാട് എവിടെയാ? ശരിക്കും കൊല്ലമാണ്. കൊല്ലത്താണ് ജനിച്ചു വളർന്നത്. പഠിച്ചതൊക്കെ അവിടുന്ന് പഠിച്ചത്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? അവിടെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. കൊല്ലം ഗേൾസിലാണ്. അവിടെ 8 വരെ പഠിച്ചു. പിന്നെ പഠിത്തം നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ 2-3 വർഷം 4-5 വർഷം വീട്ടുവേലയ്ക്ക് പോയി. വീട്ടുവേലയ്ക്ക് പോയി അന്നത്തെ കാലത്ത്? ആ കാലത്ത് വീട്ടുവേലയ്ക്ക് പോയി. പിന്നെ എൻ്റെ ആങ്ങളമാർ ഉണ്ടായിരുന്നു. ഒരാൾ എൻ്റെ ഇപ്പോൾ ഇവിടെയുള്ള ആൾ തന്നെയാണ്. എന്നെ കെട്ടിച്ച് വിട്ടു. ഒരാൾ തിരുവല്ലയുണ്ട്, അയാൾ ഭാര്യ വീട്ടിൽ തന്നെയായി. എവിടെ കല്യാണം കഴിച്ചു വന്നത്? എറണാകുളത്ത്. ചേർത്തലാണ്. ചേർത്തല ഇവിടെ ചേർത്തല മനോരമ കാവിലടുത്താണ് എൻ്റെ തറവാട്. അപ്പോൾ തറവാട് ഇപ്പോഴും ഉണ്ട്, അനിയനൊക്കെ ഉണ്ട്. നമ്മളങ്ങ് പോകാറില്ല. ഭർത്താവ് മരിച്ച് 17 വർഷമായി. അമ്മ എത്ര നാളായി ലോട്ടറി വിറ്റ് തുടങ്ങി? ഞാൻ തുടങ്ങിയത് 90-ൽ. അന്ന് ഭർത്താവൊക്കെ ഉണ്ട്. 90-ൽ തുടങ്ങിയതാണ്. 35 വർഷം കഴിഞ്ഞു. 35 വർഷം കഴിഞ്ഞു. അത് ഫുള്ളായി. 38-39 അപ്പോൾ എൻ്റെ മോക്കിപ്പോൾ 42 വയസ്സായി. എൻ്റെ മോൻ്റെ 88 വയസ്സിലായി. ഇപ്പം മോനിപ്പോൾ 34 വയസ്സായി. 35 വയസ്സായി. അവൻ്റെ ഒരു വയസ്സിൽ തുടങ്ങിയ ഞാൻ ലോട്ടറി. 35 വയസ്സായി. ഈ ലോട്ടറി ഏജന്റിന്റെ ലൈസൻസ് ഒക്കെ ഉണ്ടോ? ലൈസൻസ് ഇല്ല. നമുക്ക് ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. നമുക്ക് വിൽക്കാനുള്ള എനിക്കൊരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു. ഒരു 60 ലക്ഷം അടിച്ചു 2016. ഫസ്റ്റ് പ്രൈസ് അടിച്ചാ? 2016. ചെറിയ പുള്ളിയല്ല. അതല്ലേ. 1 ലക്ഷം അടിച്ചു, പിന്നെ 2 ലക്ഷം അടിച്ചു. അങ്ങനെ തുടങ്ങി. നമ്മുടെ കയ്യിലൊന്നും കിട്ടത്തില്ലല്ലോ ഇത് മറ്റേ നമുക്ക് കമ്മീഷനെ കിട്ടും. ഇപ്പോൾ 1 ലക്ഷം അടിച്ചാൽ 8500 രൂപ കിട്ടും. അതുകൊണ്ട് അത് വല്ല ആവുക. അത് നമ്മളേക്ക് അത് കഴിഞ്ഞ് കച്ചവടം തീർത്ത് കച്ചവടം കുറേ ബാക്കി ഒന്നെങ്കിൽ അതങ്ങനെ കഴിയുമ്പോൾ ഞങ്ങൾ പോകും. ഈ ഒന്നാം സമ്മാനം അടിച്ചപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പൈസ കിട്ടിയിരുന്നു? എനിക്ക് 7,50,000 രൂപ കിട്ടി. 7,50,000 കിട്ടി. എന്ത് ചെയ്താ പൈസയൊക്കെ? ആ പൈസ കുറേയൊക്കെ കടങ്ങൾ വീട്ടുകയും മകൾക്ക് ഇച്ചിരി നമുക്കിച്ചിരി കടങ്ങളുണ്ടായിരുന്നു. വീടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പണയം ഇല്ല. ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാണ്. 17,000 രൂപയ്ക്ക് വാടക താമസിക്കുന്നത്. ഇപ്പോൾ താമസിക്കുന്നത് വടതലയിലാണ്. അപ്പോൾ ഈ ലോട്ടറി അടിച്ച് കിട്ടിയ പൈസ പ്രയോജനം ചെയ്തില്ല? അതില്ല. അത് പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി ഇടിച്ചു. ഒരു 3-4 ലക്ഷം രൂപ വണ്ടിക്കായി. അല്ല, ഇവിടെ ലോട്ടറി അടിച്ചതിന് ശേഷം വണ്ടി തട്ടി? വണ്ടി കെട്ടി. ഇവിടെ നോർത്ത് വെച്ച് വണ്ടി കെട്ടി. അത് കച്ചവടത്തിന് പോയത്? അല്ലല്ല, അന്ന് ഞങ്ങൾ കത്തറിക്കടയിൽ താമസിക്കുവാണ്. അവിടേക്കാണ് വണ്ടി ഇടിച്ചത്. അങ്ങനെ വണ്ടി ഇടിച്ച് കൊണ്ടുവന്ന് ഇടിച്ചാണോ? അത് ബൈക്കാറ്റ് ചെയ്തതാലേ. അത് നമ്മൾ പോട്ടെ. അത് ഞാനും കേസിലൊന്നും പോയില്ലേ അമ്മ? പോയിട്ട് ആരെയും എനിക്ക് നോക്കാനൊന്നുമില്ല. അത് സ്പെഷ്യലിസ്റ്റിലായിരുന്നു. 2 ലക്ഷം 3 ലക്ഷം രൂപയോളമായി. എത്ര രൂപയായി? ഹോസ്പിറ്റലിൽ എത്ര രൂപയായി? ഹോസ്പിറ്റലിൽ 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. അതിനൊക്കെയുള്ള പൈസ ഉണ്ടായിരുന്നോ? അത് ഈ കിട്ടിയ പൈസ ബാങ്കിലുണ്ടായിരുന്നല്ലോ. ഈ 60 ലക്ഷം അടിച്ചാൽ 7 ലക്ഷം ഉണ്ടായിരുന്നല്ലോ. അതിൽ 2-3 ലക്ഷം പോയി. ബാക്കി 3-4 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെടുത്തു തീർത്തു. പിന്നെ ആരെയും ഉണ്ട് അതിന് കടം വാങ്ങിക്കാനോ അല്ലെങ്കിൽ പലിശ കിടക്കാനോ ദൈവം ഇടയാക്കിയില്ല. കടങ്ങളൊന്നുമില്ല. അന്ന് ജീവിക്കുന്നു, അന്നു പോകുന്നു. ആർക്കും വീട്ടിൽ കടക്കാരും ഭാഗം വരത്തില്ല. ഇപ്പം മോനുണ്ട്, അവന് ചെറിയൊരു ജോലിയുണ്ട്. ബാങ്കിലെ എക്സൈസ് ബാങ്കിലില്ല, ഇവിടെ മൈമൂണിനടുത്ത ജോലിയുണ്ട്. അവിടെ പണിയെടുക്കുന്നുണ്ടാവും. ഒരു ദിവസം എത്ര രൂപ ലോട്ടറി വിൽക്കും? എത്ര രൂപ ലോട്ടറി എടുക്കും? ഞാൻ ഇന്നൊരു 3 ബുക്ക് എടുത്തു. 75 എടുത്തു. അത് തീരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു 3 വരെ വിൽക്കാം. 3 കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു ബുക്കിൽ എത്ര ലോട്ടറിയാണ് ഉള്ളത്? 25. അപ്പോൾ 75 ലോട്ടറി. അതിന് 3 ബുക്ക് എടുത്തു. അത് ഒരു ബുക്കുണ്ട്. ഒരു ബുക്ക് തീർന്ന് ഒരു ബുക്കുണ്ട്. ഈ 3 ബുക്ക് ലോട്ടറി വിൽക്കുമ്പോൾ എത്ര രൂപ അമ്മയ്ക്ക് കിട്ടും? നമുക്ക് 150 രൂപ കിട്ടും. 150 അല്ല, 10 രൂപ. ഞാൻ 10 രൂപ എന്നാലും
450 രൂപ 600 കിട്ടും. ഇന്നലെ 10 ഒരെണ്ണത്തിന് ഒരു വിറ്റ 10 രൂപ കിട്ടും. അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള ദിവസം എന്തോ ചെയ്യും? മഴ ദിവസങ്ങളിലുണ്ട്. മഴയും പോകും. മഴയത്തും അതിലൊന്നും മഴയൊന്നുമില്ല, വെയിലൊന്നുമില്ല, അങ്ങ് പോവും. മഴ വെയിലൊന്നും വെക്കൂലല്ലേ? ഒരു കാര്യമില്ല, അത് നമ്മുടെ ജീവിതമായി. 10 മിനിറ്റ് എവിടെ കയറിയെങ്കിൽ അത്രയും നമ്മുടെ ടിക്കറ്റ് ബാക്കി വരും. ബാലൻസ് 10 ആയാൽ റിട്ടേൺ എടുക്കത്തില്ല. അവർ 2 രൂപ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ റിട്ടേൺ എടുക്കത്തില്ല. അത് നമ്മളത് പരമാവധി വിറ്റ് തീർക്കാനേ നോക്കത്തുള്ളൂ. ചിലപ്പം ഭക്ഷണം കഴിക്കാൻ പോലും നേരം കാണത്തില്ല. പിന്നെ ഒരു ചായ എന്തെങ്കിലും പഴംപൊരിയോ കഴിച്ചു പോകും. പിന്നെ വൈകിട്ട് പോയിട്ട് വല്ലതും ചോറൊക്കെ വെക്കും. അപ്പോഴത്തേക്കും മോൻ അവന് ജോലി ഇന്ന് മലപ്പുറത്താണ് പോയിരിക്കുന്നത്. അങ്ങനെ പലയിടത്തും അവൻ ഇങ്ങനെ വണ്ടിയില്ല. 75 വയസ്സായല്ലേ? എത്ര ദൂരം നടക്കും ഒരു ദിവസം? ഞാൻ കണക്കൊന്നുമില്ല. ഇപ്പം ഞാൻ ഇവിടെ ഞാൻ മേനകടുത്ത് പോയിട്ട് കറങ്ങി വരിക. മേനകടുത്ത് നടന്ന് ഇത്ര ദൂരം വന്നു? അപ്പോൾ ഇനി ചിലപ്പോൾ വൈകുന്നേരം ഇത് കഴിഞ്ഞാൽ കുറച്ച് ഇതും ഒരു 2 ബുക്ക് എടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ അതൊക്കെ കറങ്ങി. ലോട്ടറിയൊക്കെ എടുക്കുന്നത് ഇവിടെ ചിങ്കാരമുണ്ട്. ഇവിടെ അവിടുന്ന് എടുക്കുന്നത്. അത് ബൾക്കായിട്ട് എടുത്തിട്ട് അല്ല ബക്കല്ല 2-3 ബുക്ക് അത് നമുക്കായിട്ട് കിട്ടും. ബുക്കായിട്ട് 1 ബുക്കോ 1 ബുക്കോ അങ്ങനെ കിട്ടും. ലൂസായിട്ടും തട്ടേന്ന് എടുക്കും. ചിലപ്പോൾ 10 5 5 കിട്ടും അവിടുന്ന്. അതുപോലെ തട്ടുണ്ട്, അവിടെ കടയിൽ തട്ടുണ്ട്. ഇപ്പുറത്ത് അമ്മയ്ക്ക് എപ്പോഴും ഈ ജോലി ചെയ്യുന്നതിന് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് നമുക്കിതിനാണ് ജോലി കിട്ടും. നമുക്ക് മഴയൊന്നുമില്ല, വെയിലില്ല, നമുക്ക് കൊണ്ടുതന്നെ ആരും ഇല്ലല്ലോ. നമുക്കുള്ള ആളില്ല. മെയിനുള്ള ആൾ ഭർത്താവ് ആളില്ല. പിന്നെ നമ്മൾ മോളെ കെട്ടിച്ച് വിട്ട് അവരൊക്കെ അവരുടെ കാലിൽ കീഴിൽ പോയി കിടക്കണ്ടല്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് കൈയും കാലം ഉണ്ട്. കൈയും കാലം ഉള്ള കാലം വരെ പണിയെടുത്ത് കഴിക്കാം. പിന്നെ ഭഗവാന്റെ കയ്യിൽ ഇപ്പം ഇനി എത്ര ഇരിക്കുന്നുള്ള ആർക്ക് എന്ത് ഉറപ്പുണ്ടോ? ഒന്നുമില്ല. 75 വയസ്സായി. ഇപ്പോഴും ആരെയും ബുദ്ധിമുട്ടിക്കുന്നുള്ളതാണ് കുറവാണ്. ഇപ്പം എൻ്റെ മൂത്താളുണ്ട് ഇവിടെ. എന്തെങ്കിലും പ്രായം രണ്ടാമത്തെ ആളാണ്. ആയിക്കൊണ്ട് അയാളും പിടിക്കുന്നത് ഇത് തന്നെയാണ്. ഇളമക്കരയിൽ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന കാലത്ത് കച്ചവടത്തിന് പോയിരുന്നു. ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് എന്തായിരുന്നു ജോലി? അങ്ങനെ ഈ റെയിലിൽ വണ്ടി ഇടിച്ച് ക്രോസ് അന്നെങ്കിൽ ഗാന്ധിനഗറിലാണ്. അങ്ങനെ വണ്ടി ഇടിച്ച് ഇവിടുന്ന് ഇങ്ങ് പോയി. പിന്നെ വീട്ടിലിരിപ്പായിരുന്നു. അന്ന് മോൾക്ക് കെട്ടിൻ്റെ ഇടപാടായിരുന്നു. മോള് കെട്ടിച്ച് വിട്ടില്ല. അവൾക്കിപ്പം അപ്പോൾ കെട്ടിയിട്ട് 12 വർഷമായി. മൂത്ത പയ്യൻ 5 കണ്ടായി. രാവിലെ എന്താ കഴിച്ചു? ഞാനങ്ങനെ രാവിലെ ഒന്നും കഴിക്കാറുണ്ട്. എന്താണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം? എൻ്റെ ആരോഗ്യം ഇല്ല. എന്തോ ആരോഗ്യം. ഈ 75 വയസ്സിൽ ഈ ഓടിച്ചാടി ഇത്രയും കിലോമീറ്റർ നടക്കുന്നത് നമ്മളെ കൊണ്ടൊന്നും ഇത്രയും പറ്റില്ല. ഒരു കാര്യം, നമ്മളതിനെ ആവശ്യമുള്ള വലിച്ചുവാരി ഫുഡ് കഴിക്കത്തില്ല. 1-2 ദോശ അല്ലാണ്ട് ഇഡ്ഡലി കഴിക്കും പോവും. അല്ലാതെ വലിച്ചുവാരി കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങിയാൽ ഉച്ചയ്ക്ക് കുറേ ചോറ് കഴിച്ച് കൂത്തോല അവിടെ ഇരുന്ന് അപ്പോഴത്തേക്കും എന്താ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാവും. നമുക്കപ്പോൾ ലൈറ്റായിട്ടുള്ള ആഹാരം കഴിക്കും. രാത്രി കഞ്ഞി കുടിക്കും, ചോറ് കഞ്ഞി എന്തെങ്കിലും കൊണ്ട് കുടിക്കും, അല്ലെങ്കിൽ ദോശ കഴിക്കും. അങ്ങനെയുള്ള നമുക്ക് ലൈറ്റായിട്ടുള്ള ആഹാരം കഴിക്കും. ഒരുപാട് കടമൊക്കെ ഉണ്ടോ? ഒരു കടവും ഇല്ല. ഇപ്പം കടകളൊന്നുമില്ല. അന്നന്ന് വയ്ക്കുക തീർക്കുക എന്നുള്ള ഒരു കടവും ഇല്ല. പിന്നെ സ്വന്തം വീടില്ല. വാടക കൊടുക്കുന്ന 17,000 രൂപയുടെ വാടക കൊടുക്കും മാസം. അല്ലല്ല, അത് വാടകയ്ക്ക് മോൻ കൊടുക്കുന്നുണ്ട്. വാടകയും കറണ്ട് ബില്ലൊക്കെ അവനടയ്ക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ അവൻ നോക്കും. മോനുണ്ടല്ലോ, അവനൊക്കെ വെട്ടിച്ചിട്ടില്ല. 34 വയസ്സായി. അങ്ങനെ നടക്കുന്നു. അതൊക്കെ ഒരു ഭാഗ്യം തന്നെ അല്ലയോ? ആ സമയത്തും അതാണ്. അത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പോയി. 17 വയസ്സ് അന്നും ഞങ്ങൾ ഈ ലോട്ടറി വിൽക്കുവാണ്. പേടിച്ചും പാത്തു വിളിച്ചൊക്കെയാണ് വിറ്റോണ്ടിരുന്നത്. പിന്നെ നമുക്കെന്താ ഹാപ്പിയല്ലോ മോനെ, എപ്പോഴും ഹാപ്പിയല്ലയോ? പോട്ടെ, സമയം പോയി. ഒത്തിരി സമയമായല്ലേ? അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അമ്മയെ കാണാൻ പറ്റിയല്ലോ. ഈ അമ്മ റോഡിൽ ലോട്ടറി വിൽക്കുന്ന അമ്മയാണ്. 75 വയസ്സുണ്ട്. ഈ 75 വയസ്സിലും ഒരു മടിയും കൂടാതെ ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരമ്മ. അമ്മ കുറേ കാലം കൂടെ ആരോഗ്യത്തോടിരിക്കട്ടെ, ആയുസോടിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള ചെറിയ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജോലിക്കൊക്കെ പോകാൻ ഭയങ്കര മടി കാണിക്കുന്ന അല്ല, ഒരു കാര്യമുണ്ട്. അവർക്ക് പണിയെടുക്കേണ്ട അച്ഛൻ വീട്ടിലെ കാരണവർ കാണും, അല്ലെങ്കിൽ അവരുടെ പഠിത്തം അനുസരിച്ച് അവർക്ക് അനുസരിച്ച് ജോലി. ഇപ്പം ഒരാൾ പ്രീ ഡിഗ്രി പഠിച്ചാണെങ്കിൽ അതനുസരിച്ച് ഒന്ന് നോക്കും. എൻ്റെ മോൻ 10ാം ക്ലാസ്സാണ്, അവൻ ഒന്നും നോക്കിയില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആമ്പിള്ളേർക്കാണെങ്കിൽ ബികോം പഠിച്ചു, അയ്യോ ഞാൻ ഡിഗ്രി ഉള്ള ആളാണ്, അത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പെണ്ണോലാണായാലും അവർക്ക് ഡിഗ്രി അനുസരിച്ച് അവർ പോകും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ ഇപ്പം ബികോം പഠിച്ച പിള്ളേരൊക്കെയാണ് ഇതൊക്കെ വിറ്റ് നടക്കുന്നത്. ബികോം പഠിച്ച പിള്ളേരും പ്ലസ് 2 പഠിച്ച പിള്ളേരൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേരുണ്ട്, പെണ്ണും അതെ. ചിലവർ മടി പിടിച്ചുള്ള ആൾക്കാർ ചെയ്യത്തില്ല, മടിയുള്ള ആൾക്കാർ ചെയ്യത്തില്ല.
അമ്മയ്ക്ക് ഇത്രയും കാലമായിട്ട് ഇതിനകത്തൊരു ജോലി ചെയ്യാനൊരു മടിയും തോന്നിയിട്ടില്ല? വീട്ടുജോലി ചെയ്തു, ലോട്ടറി കച്ചവടം ചെയ്ത്, എന്ത് ചെയ്താലും ജീവിക്കണം എന്നുള്ള ഒരു പിന്നെ ജീവിക്കുന്നുള്ള ഒരു കാര്യമുണ്ട്. നമുക്കത് ചെയ്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇന്ന് മോൻ തരും ഒരു 10 രൂപ അല്ലെങ്കിൽ 50 രൂപ തരും. നാളെ അത് നോക്കി അപ്പോൾ അതുപോലെ ഈ പണ്ടാരത്തിന് ഇത് തന്നെ ജോലി ആയിരിക്കും. നമുക്കത് വേണ്ട. നമ്മളെ പിന്നെ പണിയെടുത്ത് ആരെയും സമാനം പറയണ്ടല്ലോ. നമ്മളാരും സമാനം പറയണ്ടല്ലോ. നമ്മളിപ്പോൾ ആരെങ്കിലും 10 രൂപ അയ്യോ അത് ഇരിക്കില്ല, നാളെ ഈ പണ്ടാരം ഇന്ന് എൻ്റെ മുമ്പിൽ തന്നെ എത്തി എന്ന് ആൾക്കാർ ലോകതാണ് അച്ഛമോനെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലോകമൊന്നുമല്ല. കാലങ്ങളൊക്കെ മാറിപ്പോയി. അതിനൊന്നും ഇല്ല. പൈസയൊക്കെ കൊണ്ട് ചെല്ലുമോ? ഞാൻ വാങ്ങിക്കാറൊന്നുമില്ല. വാങ്ങിയില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്തിന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭിക്ഷ അടിക്കുന്നുള്ളതാണ് അത് പൊരുൾ. അപ്പോൾ അത് വാങ്ങിച്ചില്ലെങ്കിലും വേണ്ട ഇരിക്കട്ടെ, പിന്നെ ചോദിച്ചു വാങ്ങിക്കണമെന്ന് പറയും. ഇവരോട് തീർന്നു. ഇത്രേ ഉള്ളൂ. ഈ അടുത്ത കാണുന്ന ലോട്ടറി വലിയ പ്രൈസൊക്കെ അടിക്കുന്നുണ്ടോ? കഴിഞ്ഞ മാസത്തിൽ ഇന്നലെ 4-5,000 ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ കുറച്ചേ കിട്ടത്തുള്ളൂ മോനെ. അത് 5,000-ന് 500 വെച്ച് 550 രൂപ വെച്ച് കിട്ടും. ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടോ? ബന്ധുക്കളൊക്കെ ഉണ്ട് മോനെ, ഇഷ്ടം പോലെ. ഒക്കെ വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. ഈ ഷേണായിട്ടൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം എൻ്റെ ഭർത്താവിൻ്റെ ഷേണായിട്ടിലെ തിയേറ്റർ, അവരൊക്കെ നമ്മുടെ സ്വന്തം വലിയ വലിയ ആൾക്കാരാണ്. നമ്മളൊന്നും പോകാറൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ അല്ല, എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരാണ് അവരൊക്കെ. എന്തൊക്കെയൊക്കെയാണ്. നമ്മളൊന്നും നിൽക്കാറൊന്നുമില്ല. വർഷങ്ങളായി എൻ്റെ ഭർത്താവ് ഉള്ളപ്പോഴും അങ്ങനെയും പോകാറൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാര്യം അവർക്കുണ്ടെങ്കിൽ അവർക്കുള്ള, നമുക്കുണ്ടെങ്കിൽ നമുക്കുള്ള. എന്നുവെച്ചാൽ നമ്മൾ അതുകൊണ്ടും കഴിഞ്ഞിട്ടാനും പോകാറില്ല. സ്വന്തക്കാരുണ്ട്, എല്ലാവരും സ്വന്തക്കാർ തന്നെയാണ്. ഈ എറണാകുളത്ത് ഒരുവിധമൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ സ്വന്തക്കാരാണ്. നമ്മൾ ഒരു ആരുടെ മുമ്പിലും ഇന്നും പോകുന്നില്ല. എൻ്റെ അമ്മായിയോട് പോകുന്നതാണ് തീർന്നു. അല്ലാതെ അവരുടെ മിക്കാറും ചിരിക്കും. അതായത് ആൾക്കാർ ഇതിൽ പോകുമ്പോൾ ചിരിക്കും. ഇപ്പോൾ ആ ചേട്ടൻ നമുക്ക് പരിചയമുള്ള, വർഷങ്ങളായി പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സന്തോഷം. നമ്മൾ ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളിപ്പം അയ്യോ തന്നില്ലല്ലോ, അയ്യോ എടുത്തില്ലല്ലോ, എൻ്റെ തന്നില്ലെന്ന് വെച്ചിട്ട് നമുക്ക് പുറകെ കൂടെ കുത്താൻ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും അപ്പോൾ വയസ്സായി. അപ്പോൾ പണിയെടുത്ത എന്താണ് വയസ്സായി എന്നല്ല, എന്തെങ്കിലും പിഴവെടുക്കുന്ന പ്രായമാണ്. ഇപ്പം ലോട്ടറിൻ്റെ വല്ല ഭാരമൊന്നുമല്ല. നമുക്ക് നടക്കാം, നമുക്ക് ആരോഗ്യമായി. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഒരുപാട് പ്രായം ചെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴും ചെറുപ്പമാണല്ലേ, മനസ്സുകൊണ്ട് ഭയങ്കര ചെറുപ്പമാണ്. എൻ്റെ അമ്മ, ഈ അമ്മ കൊല്ലത്തുള്ളതാണ്, എൻ്റെ നാടും കൊല്ലമാണ്. കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ശാസ്താംകോട്ടെ അമ്മ. അത് ശരി, ശാസ്താംകോട്ടെ കായലക്കാരൻ്റെ അടുത്താണ്. അപ്പോൾ ഈ അമ്മയെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. കാരണം 75 വയസ്സിലും അമ്മ ജോലി ചെയ്ത് ജീവിക്കുന്നു. ആരുടെ മുന്നിലും കൈനീട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങില്ല. അങ്ങനൊന്നും വേണ്ട, ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം. ബന്ധുക്കളുണ്ട്, സ്വന്തക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ആരുടെ മുന്നിലും ഒരു തെണ്ടാൻ പോവില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അമ്മ ഇപ്പോഴും ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇനിയും നല്ല ആരോഗ്യം ആയുസ്സും ഈശ്വരൻ കൊടുക്കട്ടെ. ഓക്കെ, കേട്ടോ, പ്രാർത്ഥിക്കാം. ഒത്തിരി സന്തോഷം.